കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി തന്നെയായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിന് മുമ്പുള്ള UDF സർക്കാരിലും വ്യവസായ വകുപ്പ് മന്ത്രി. വളരെ രാഷ്ട്രീയമായ പരാമർശവും ഞാൻ നടത്തിക്കളയുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതല്ല ഞാൻ പറയാൻ പോകുന്നത്. മറിച്ച് അന്ന് അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായപ്പോൾ ഒരു ഗവൺമെന്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ സമീപം ഉദ്യോഗസ്ഥന്മാർ നിലവിളക്ക് കൊണ്ട് കൊടുത്തു, അത് കത്തിക്കുവാൻ വേണ്ടി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഞാൻ നിലവിളക്ക് കൊളുത്തുകയില്ല. വിവാദമായി. സാംസ്കാരിക നായകന്മാർ, സാഹിത്യ നായകന്മാർ എഴുന്നേറ്റു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തൊരു മന്ത്രി എന്തുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നില്ല? ചില നാമമാത്ര മുസ്ലിം നാമധാരികളായ ആളുകളും പറഞ്ഞു, എന്തിന് വെളിച്ചത്തെ വെറുക്കണം? നിലവിളക്ക് കത്തിക്കുമ്പോൾ വെളിച്ചമല്ലേ വരുന്നത്? നിലവിളക്ക് എന്നത് ബഹുദൈവാരാധനയുടെ, അഗ്നിയാരാധനയുടെ അടയാളമാണ് എന്ന് കേരളത്തിലെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത തരത്തിൽ മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും ഒന്നിച്ചു പറഞ്ഞു. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, അഗ്നിയാരാധനയുടെ അടയാളമായതുകൊണ്ട്, ബഹുദൈവാരാധനയുടെ അടയാളമായതുകൊണ്ട് അത് കൊളുത്താൻ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് പറഞ്ഞ എല്ലാ പണ്ഡിതന്മാരും ഒന്നിച്ചു പറഞ്ഞ ആ നിലവിളക്ക് ആരാണ് ജാറത്തിൽ കൊണ്ടുവച്ചത്? പിശാചല്ലാതെ, ചെകുത്താനല്ലാതെ ആരാണ്? ഈ മുസ്ലിം സമൂഹത്തെ പച്ച നിറം വിരിച്ചിട്ട് ശുദ്ധമായ ബഹുദൈവ വിശ്വാസത്തിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, ഖബറിന്റെ രൂപത്തിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അരുതെന്ന് പറയാൻ ഇവിടെ ഒരു പ്രസ്ഥാനം ആവശ്യമുണ്ടോ? അതാണ് മുജാഹിദ് പ്രസ്ഥാനം.